ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട 3 പൂവുണ്ടായിരുന്നു ഇതുമ്മൽ. ഇവിടെ ഒരെണ്ണം. ഇത് ഇന്ന് രാത്രി വിരിയും കേട്ടോ. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്, കേടായിപ്പോയി. അപ്പോൾ ഇത് രാത്രി വിരിയുമ്പോൾ മഴ എങ്ങനെ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂമ്പൊടി പോകും. അപ്പോൾ കായ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്ന് കെട്ടി വെക്കണം. കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കൊള്ളൂല. നാളെ രാവിലെ വന്നിട്ട് നമുക്ക് കെട്ടഴിച്ചിട്ട് പോളിനേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കായ പിടിക്കും. എന്ത് ഭംഗിയെന്ന് നോക്കിയേ. ഒരു ചെറിയ ഡ്രാഗണിൻ്റെ തൈയാണത്. ഒരു ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതുമ്മൽ എന്താ നല്ല വലിയ പൂവാണ്. റെഡ് കളറിലുള്ള ഡ്രാഗണാണ് കേട്ടത്. മുമ്പ് ഇതുമ്മൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഉണ്ട്, അതിൻ്റെ പൂവ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു കവറിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് കവറിട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ടാൽ മതി, കെട്ടണമെന്നില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നോളും. ഇപ്പം ഇന്ന് രാത്രി ഇത് വിരിയും. അപ്പോൾ നാളെ രാവിലെ വന്നിട്ട് കവർ മാറ്റിയിട്ട് നമുക്ക് പോളിനേഷൻ ചെയ്ത് കൊടുക്കാം. പറന്നോളൂ. ഇതിനും ഇതുപോലെ തന്നെ കവറിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടിനും കവറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നാളെ വന്നിട്ട് നമുക്ക് പോളിനേഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രാഗണിൻ്റെ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. കവറിൻ്റെ ഉള്ളിൽ കണ്ട. നമുക്കിനി കവർ മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പൂമ്പൊടി നമ്മളിങ്ങനെ തട്ടിയിടണം. പാത്രത്തിലേക്ക് ഇങ്ങനെ തട്ടിയിടാം. ഉണ്ടാ പൂമ്പൊടി വരുന്നുണ്ടോ? മറ്റേത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ പോളിനേഷൻ ചെയ്ത് വെക്കണം. ആ പൂമ്പൊടി ഇങ്ങനെ തട്ടിയെടുക്കുക. ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ പതുക്കെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൂമ്പൊടി ഇങ്ങോട്ട് വരും. അല്ല തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇവിടേക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കായ പോലും നഷ്ടപ്പെടാണ്ട് കിട്ടും. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂമ്പൊടി പോകും. അതുകൊണ്ട് നമ്മൾ കവർ ചെയ്തിരുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ കായും പിടിച്ചു കിട്ടും. ഇതുപോലെ പോളിനേഷൻ ചെയ്ത് കൊടുക്കണം എന്നറിയാത്ത ഇഷ്ടംപോലെ പേരുണ്ട് കേട്ടോ. ചില ഡ്രാഗൺ പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരില്ല, തന്നെ സ്വയം പോളിനേഷൻ ആയിക്കോളും പൂമ്പാറ്റകളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ പലരുടെയും പൂവൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിണ്ടായിട്ട് അങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കായ പോലും നഷ്ടമാവില്ല.